അന്ധത എന്ന് പറഞ്ഞാൽ കാഴ്ചശക്തി ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ആത്മീയ അന്ധത എന്ന് പറഞ്ഞാൽ ആത്മാവിലാണ്. മനുഷ്യന് ആത്മാവുണ്ട്, ശരീരമുണ്ട്. അപ്പൊ ഹൃദയത്തിൽ അന്ധത വ്യാപിക്കുക എന്നുള്ളതാണ്. ഇന്ന് വിശുദ്ധ ഗ്രന്ഥത്തില് അപ്പന് കാഴ്ച കൊടുത്ത സംഭവം വിശദീകരിക്കുക. അവന് മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ളതാണ് കാഴ്ച എന്ന് പറയുന്നത്. കാഴ്ചയുള്ളത് കൊണ്ടാണ് നമുക്ക് നടക്കാൻ കഴിയുക. കണ്ണു തുറന്നു നോക്കിയാൽ മനോഹരമായ ഈ പ്രകൃതി, മനോഹരമായ വസ്ത്രങ്ങൾ അണിഞ്ഞെത്തിയിരിക്കുന്ന സുന്ദരന്മാരും സുന്ദരിമാരുമായ കുട്ടികൾ, ഇവരെയൊക്കെ വ്യത്യസ്ത വേഷങ്ങളിൽ കാണാൻ കഴിയുന്നത് കാഴ്ചയുള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ കാണാൻ പറ്റുമോ? ഇല്ല. മനോഹരമായ പ്രകൃതി, പച്ചപ്പുള്ള പ്രകൃതി, മനോഹരമായ സസ്യങ്ങള്, അതുപോലെ ചെടികള്, പുഷ്പങ്ങള്, കായ്കനികൾ, ഈ പ്രകൃതി മനോഹരമാണ്. മനുഷ്യൻ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കടലിലേക്ക് പോകുന്നു, കുന്നുകളിലേക്ക് പോകുന്നു. അങ്ങനെ തീർത്ഥാടനങ്ങളും യാത്രകളും പിക്നിക്കുകളും ഒക്കെ നടത്താറുണ്ട്. ഇന്ന് ഉൾക്കാഴ്ച കിട്ടിയ ഒരു വനിതയെ പറ്റിയാണ് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാഴ്ച മാത്രമല്ല, ഉൾക്കാഴ്ച കിട്ടുക എന്നുള്ളത്. ആ ഉൾക്കാഴ്ച കിട്ടിയ വനിത ഒരു യഹൂദ സ്ത്രീയാണ്. യഹൂദ സ്ത്രീ രക്തസാക്ഷിയായി, വിശുദ്ധയായി. അങ്ങനെ ജന്മന ഒരു യഹൂദ കുടുംബത്തിൽ 11ാമത്തെ കുട്ടിയായിട്ട് ജനിച്ചു വളർന്നു വന്ന ഇഡിറ്റ് സ്റ്റെയിൻ എന്ന് പറയുന്ന ആ വനിത അവള് ഫിലോസഫി പഠിക്കാനായിട്ട് തുടങ്ങി. തത്വശാസ്ത്രം. സെമിനാരിയില് വൈദികര് 3 വർഷം തത്വശാസ്ത്രം പഠിക്കാറുണ്ട്. ഈ മനുഷ്യനെ നയിക്കുന്നത് തത്വശാസ്ത്ര സംഹിതകളാണ്. ഒത്തിരി ചിന്തകന്മാര് അവരുടെ തത്വശാസ്ത്രങ്ങളെ, ചിന്തകളൊക്കെ. അപ്പോൾ ഇവള് അതെല്ലാം പഠിച്ചപ്പോൾ ഉള്ള വിശ്വാസം അവിടെ പോയി. യഹൂദ സ്ത്രീയാണ്, അവൾക്കുണ്ടായിരുന്ന വിശ്വാസം അവിടെ നഷ്ടപ്പെട്ടു. അവള് തത്വശാസ്ത്രം പഠിച്ചു. പ്രഗത്ഭനായ ഒരു തത്വശാസ്ത്രത്തിന്റെ കീഴിലെ യൂണിവേഴ്സിറ്റിയിൽ തത്വശാസ്ത്രം പഠിച്ച് ഉപരിപഠനം നടത്തി. അയാളുടെ സഹ പ്രൊഫസറായിട്ട് അവളെ നിയമിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഇവിടെ ഒരു സുഹൃത്ത് കുടുംബത്തിൽ ഒരിക്കൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒത്തിരി മനോഹരമായ പുസ്തകങ്ങളുണ്ട്. അതൊക്കെ ഇഷ്ടമുള്ള എടുത്ത് വായിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം എടുത്തു വായിച്ചത് അമ്മ ത്രേസ്യായുടെ, സെന്റ് തെരേസ ഭാവില എന്ന അമ്മ ത്രേസ്യായുടെ ആത്മകഥയാണ്. ജീവചരിത്രം എഴുതുന്നത് വേറെ ആളുകളാണ്. ആത്മകഥ സ്വന്തം രചിക്കുന്നതാണ് ആത്മകഥ എന്ന് പറയുന്നത്. ആത്മകഥ വായിച്ചപ്പോൾ ത്രേസ്യായുടെ ജീവിതത്തിന്റെ കാര്യങ്ങള്, ജീവിതത്തിന്റെ മനസ്സാന്തരം, ജീവിതത്തിന്റെ അനുഭവങ്ങൾ, ആത്മീയമായിട്ടുള്ള അനുഭവങ്ങൾ, ഇതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അപ്പൊ അവൾക്ക് വിശ്വാസത്തിലേക്ക് ഉൾവെളിച്ചം ലഭിച്ചു. ആത്മീയാന്ധത മാറി. നേരത്തെ വിശ്വാസമില്ലാതിരുന്ന അവൾക്ക് വിശ്വാസത്തിന്റെ തലത്തിലേക്ക് ഉൾക്കാഴ്ച ലഭിച്ചു. അതാണ് ആത്മീയാന്ധത മാറി. വിശ്വാസത്തിന്റെ വെളിച്ചം അവൾക്ക് ലഭിച്ചു. അവളൊരു ക്രിസ്ത്യാനി ആകാനായിട്ട് തീരുമാനിക്കുക. അവളൊരു ക്രിസ്ത്യാനി ആകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വൈദികന്റെ അടുത്ത് ചെന്നു. അപ്പോൾ വൈദികൻ പറഞ്ഞു, പുസ്തകമൊക്കെ പഠനം നടത്തി അത് കഴിഞ്ഞിട്ട് മാമോദിസ നൽകി സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അവൾ ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പുസ്തകം കൊണ്ടുപോയി പഠിച്ചു. താല്പര്യത്തോടു കൂടി പഠിച്ചു. അത് കഴിഞ്ഞ് മാമോദിസ സ്വീകരിച്ച് വിശ്വാസത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ അവളൊരു പണ്ഡിതയായിരുന്നു. തത്വശാസ്ത്രത്തിൽ ഒരു പണ്ഡിതയായിരുന്നു ആ സമയത്ത്. അവൾക്ക് കോൺവെന്റിൽ ചേരണമെന്ന് ആഗ്രഹമുണ്ടായി. സന്യാസിനിയാകണം. അപ്പൊ ആളുകൾ പറഞ്ഞു, നിനക്ക്
ഒത്തിരി സെമിനാർ പ്രസംഗങ്ങളൊക്കെ നടത്തി കൂടുതൽ ആളുകളെ പ്രബുദ്ധരാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇപ്പോൾ വേണ്ട എന്ന് ആളുകൾ പറഞ്ഞതനുസരിച്ച് ഒരു 10 വർഷക്കാലം സെമിനാറുകൾ ക്ലാസ്സുകളൊക്കെ വിവിധ രംഗങ്ങളിൽ നൽകിക്കൊണ്ട് അവൾ ജർമ്മനിയിൽ ജീവിച്ചു. ജർമ്മൻകാരിയാണ്. അങ്ങനെ ജീവിച്ച് അവള് പിന്നീട് 1933 കർമ്മല മഠത്തിൽ പ്രവേശിച്ചു. അതുകൊണ്ട് അവിടെ പ്രവേശിച്ചു കഴിഞ്ഞ് സഭാവസ്ത്രം സ്വീകരിച്ചപ്പോൾ കിട്ടിയ പേരാണ് സിസ്റ്റർ ബെനഡിക്ത ഓഫ് ദ ക്രോസ്. ബെനഡിക്ത എന്നുള്ള പേരെടുത്തു. പക്ഷെ അവൾ അറിയപ്പെടുന്നത് പഴയ പേരിലാണ്. സെന്റ് ഈഡിത്ത് സ്റ്റെയിൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. 1931 ചേർന്നു. അങ്ങനെ പിന്നീട് 1921 മത്തിയൂസ് ദമ്പതികളുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഈ പുസ്തകം കിട്ടിയത്. അപ്പോൾ അവൾ വിചാരിച്ചു സത്യം കണ്ടെത്തിയെന്ന് വിചാരിച്ചു. കത്തോലിക്ക വേദപുസ്തകം വാങ്ങി അത് വായിച്ചു. കത്തോലിക്ക സഭയുടെ പഠനങ്ങളെ പറ്റി പഠനം നടത്തി എന്നിട്ടാണ് മാംസ സ്വീകരിക്കുന്നത്. ഇവൾ മാത്രമല്ല, ഇവരുടെ സഹോദരി റോസയും മാംസ സ്വീകരിച്ച് ക്രൈസ്തവരായി. 1934 സിസ്റ്ററായി. അപ്പോൾ സ്വീകരിച്ച പേരാണ് സിസ്റ്റർ ബെനഡിക്ത എന്നുള്ള പേര്. അത് കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങളെല്ലാം മാറ്റുന്നത്. നിങ്ങൾ ഹിറ്റ്ലറെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. സെക്കൻഡ് വേൾഡ് വാറിന് കാരണക്കാരനായ പ്രധാന വ്യക്തി അഡോൾഫ് ഹിറ്റ്ലറാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങള് ജർമ്മൻകാരെ ഇളക്കി മരിക്കുന്നതായിരുന്നു. ഹിറ്റ്ലർ പറഞ്ഞു, ആര്യൻ ജനതയാണ് നമ്മള്, ജർമ്മൻകാരാണ് ആര്യൻ ജനത, അവരാണ് ലോകം ഭരിക്കേണ്ടത്. ഇങ്ങനെ പ്രസംഗങ്ങൾ കേട്ട് ആ പ്രസംഗങ്ങൾ വഴിയായിട്ട് ആളുകളെ ഇളക്കി അദ്ദേഹത്തിന്റെ നാസി പാർട്ടിയില് ഒത്തിരി ആളുകൾ ചേർന്നു. ഇത് മാത്രമല്ല, 1-ാം ലോകയുദ്ധത്തില് ജർമ്മനിക്ക് പരാജയം ഉണ്ടായി. അതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ജർമ്മൻകാരെല്ലാം പ്രസംഗങ്ങൾ വഴിയായിട്ടും ചിന്തകൾ വഴിയായിട്ടും ഉണർത്തി. അപ്പോൾ ഹിറ്റ്ലർക്ക് ചെറുപ്പത്തില് നല്ല അടി കിട്ടുമായിരുന്നു. അമ്മ രണ്ടാമത് കല്യാണം കഴിച്ചു, രണ്ടാനപ്പം പിടിച്ച് കണ്ടമാനം മർദ്ദിക്കായിരുന്നു. ഹിറ്റ്ലർക്ക് കുസൃതി ഉണ്ടായിരുന്നോ വിസരിക്കാതിരുന്നെന്ന് അറിയത്തില്ല. എന്നാലും രണ്ടാനപ്പന് ബാലനായ ഹിറ്റ്ലറോട് താല്പര്യം ഉണ്ടായിരുന്നില്ല, സ്നേഹം ഉണ്ടായിരുന്നില്ല, പിടിച്ച് കണ്ടമാനം മർദ്ദിക്കും. ആ വിദ്വേഷം കൊണ്ടായിരിക്കാം അദ്ദേഹം ഭരണാധികാരിയായി കഴിഞ്ഞപ്പോൾ യഹൂദരോട് അതെല്ലാം തീർക്കുകയാണ്. 60 ലക്ഷം യഹൂദന്മാരെയാണ് കൊന്നുകളഞ്ഞത്. 60 ലക്ഷം, 1-2 അന്ന് ലോകത്തിലുണ്ടായിരുന്ന യഹൂദന്മാരിൽ പകുതിയെ കൊന്നുകളഞ്ഞു. അപ്പോൾ യഹൂദന്മാരെ മാത്രമല്ല, ക്രൈസ്തവ പുരോഹിതരെയും സിസ്റ്റേഴ്സിനെയൊക്കെ ജയിലിൽ അടച്ചിട്ടുണ്ട്, ക്രിസ്ത്യാനികളെ അടച്ചിട്ടുണ്ട്, അവരെയും കൊന്നുകളഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള സംവിധാനങ്ങൾ ക്രമപ്പെടുത്തി ആളുകളെ ജയിലിൽ പാർത്തിരിക്കുക. ഓരോ ദിവസവും പരേഡ് നടത്തുമ്പോഴത്തേന് 7,000 പേരുടെ പോരാൻ പറയും. പിന്നെ അവരെ കാണുകയില്ല. അപ്പൊ വരുന്ന ആളുകളെ കൊല ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഗില്ലറ്റിനൊക്കെ ഉണ്ടോ, ഒരു സ്ഥലത്ത് കയറ്റി നിർത്തി കഴിഞ്ഞാൽ അടുത്തൊക്കെ കണ്ടിച്ച് കളയുന്നു, കത്തുവരകൾ. പിന്നെ ഗ്യാസ് ചേംബർ, വലിയ അടമുള്ള മുറിയിൽ വിഷവാതകം കയറ്റി വിട്ടിട്ട് ആളുകളെ കയറ്റി നിറയ്ക്കും. അത് കഴിഞ്ഞ് വിഷവാതകം പമ്പ് ചെയ്യും. ആളുകൾ അവിടെ കിടന്ന് കൂട്ട മരണം. അപ്പോൾ ഈ പറയുന്ന ഈഡിത്ത് സ്റ്റെയിനെ അറസ്റ്റ് ചെയ്തു. അവളെ മറ്റൊരു പോളണ്ടിലേക്കൊക്കെ കടത്താനായിട്ട് ശ്രമിച്ചു അധികാരികള്. പക്ഷേ വിസ സമയത്ത് കിട്ടിയില്ല. കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇവളെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പൊ ആരൊക്കെയാണ് യഹൂദന്മാരെന്ന് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിന് ഇവള് പണ്ട് യഹൂദിയായിരുന്നെന്ന് പിടികിട്ടി അതിന് പേരിൽ അറസ്റ്റ് ചെയ്തത്. ആ ജയിലിൽ കിടന്ന് 1942 ഗ്യാസ് ചേംബറിൽ വെച്ച് അവള് മരണപ്പെട്ടു. അപ്പോൾ അങ്ങനെ അവൾ യഹൂദയായിരുന്നു എന്നതിന്റെ പേരിൽ
സിസ്റ്ററായിരുന്നവരോട് ക്ഷമിച്ചില്ല. ഇല്ലക്ക് അങ്ങനെയുള്ള യാതൊരു മര്യാദ ഉണ്ടായിരുന്നു. 1942 ഓഗസ്റ്റ് 9 അവൾ നിര്യാതയായി. 1987 ജോൺ ബർണാവൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തി. 1998 ഒക്ടോബർ 11 ജോൺ ബർണാവൻ മാർപ്പാപ്പ അവളെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചു. സഭയിലൊരു വിശുദ്ധയാണ്. യഹൂദ സ്ത്രീയായിട്ട് ജനിച്ച എഡിത്ത് സെന്ന് സഭയിലൊരു വിശുദ്ധയാകാനായിട്ട് കഴിഞ്ഞു. അവൾ രക്തസാക്ഷിയായി. കാരണം അവളെ അറസ്റ്റ് ചെയ്തത് യഹൂദ എന്നുള്ളതിന്റെ പേരിലാണ്. വംശീയതയുടെ പേരിൽ ആരെയും കൊല്ലാനായിട്ട് അവകാശമില്ല. നമുക്ക് ആരെയും കൊല്ലാനായിട്ട് അവകാശമില്ല. ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് 1986 മുതൽ 90 വരെ ഇരുന്ന ഒരു ഇടവക, പരപ്പയിടവയാണ്. അപ്പൊ ഞാൻ ചെന്ന വർഷം 120 കുട്ടികൾ ആദ്യ കുർബാന സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 10 പേരും 9 പേരൊക്കെ ഉള്ളൂ. 120 കുട്ടികൾ തലേ വർഷത്തെ കുട്ടികൾ കൂടി ഉണ്ടായിരുന്നു. അവർ ആദ്യ കുർബാന സ്വീകരിച്ചത് 120 കുട്ടികൾ. അന്ന് ആദ്യ കുർബാന സ്വീകരിച്ചതായിട്ടുള്ള കുട്ടി, അതിന്റെ വെള്ളാടൊക്കെ പഠിച്ചിരുന്ന ഒരു കുട്ടി വലുതായി. ഇപ്പം 49 വയസ്സുണ്ടായി. കല്യാണമൊക്കെ കഴിച്ച് മക്കളും കുടുംബമായിട്ടൊക്കെ കഴിയുകയാണ്. കാനകാടെന്നാണ് താമസിക്കുന്നത്. ഈയിടെ പത്രത്തിൽ വാർത്ത കേട്ടു, അവരെ ഏതോ ബിസിനസ്സൊക്കെ ചെയ്യാറുണ്ട്. ഒരു കെട്ടിടം പണിയുന്നുണ്ടായിരുന്നു. അതിന്റെ 3ാം നിലയിൽ നിന്നും കോൺട്രാക്ടറുമായിട്ട് എന്തോ വാക്കുകൾക്കുണ്ടായ അയാള് തള്ളി താഴേക്ക് മാരകമായി പരിക്കേറ്റു മരിച്ചു. അന്നത്തെ എൻ്റെ കുട്ടിയാണ്. നിങ്ങളെപ്പോലെ പള്ളിയിരുന്ന എൻ്റെ പ്രസംഗം കേൾക്കുകയും ഇടപാട് പഠിക്കുകയൊക്കെ ചെയ്ത കുട്ടി വലുതായ കുട്ടിയാണ്. ആ കുട്ടി വലുതായ മനുഷ്യൻ കുടുംബനാഥന് അയാൾ പെട്ടെന്ന് മരണപ്പെട്ടു. ഒരു ദിവസം സംസ്കരിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ പെട്ടെന്നുള്ള പ്രകോപനത്തിൽ ആളുകൾ എന്തെങ്കിലും ചെയ്താൽ അരുതാത്തത് ചെയ്യും. നമ്മളാണെങ്കിലും പെട്ടെന്നുള്ള പ്രകോപനത്തിൽ ആർക്കെതിരെ ഒന്നും പ്രവർത്തിക്കാൻ പാടില്ല. ദേഷ്യം വരുമ്പോൾ ശാന്തരായിരിക്കുക. ദേഷ്യത്തോടു കൂടി സംസാരിക്കുമ്പോൾ അത് പ്രശ്നം ഉണ്ടാക്കും. മാതാപിതാക്കളോടാണെങ്കിലും മക്കളോടാണെങ്കിലും മക്കൾ മാതാപിതാക്കളോടാണെങ്കിലും സംസാരത്തിൽ മാന്യതയും സഭ്യതയും വിനയമൊക്കെ കരുതുക. ചിലപ്പം കുടുംബത്തിൽ കലഹമുണ്ടാകുന്നത് എന്തെങ്കിലും ഭാര്യ ഭർത്താവും കൂടെ വഴക്കുണ്ടാക്കുന്നു. ചിലപ്പം ഭാര്യ പിടിച്ചൊരു തള്ളങ്ങ് കൊടുക്കുന്നു, ഭാര്യയുടെ തല എന്നുകൊണ്ട് ഭിത്തിക്കിട്ടിരിക്കുന്നു. അതുമതി മരിക്കാനായിട്ട്. തലയുടെ പുറംഭാഗമൊക്കെ വളരെ അപകടകാരികളാണ്. അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് ദേഷ്യം വരുമ്പോൾ പ്രതികരിക്കാതിരിക്കുക, നമ്മുടെ വിദ്വേഷത്തെ അടക്കി നിർത്തുക, ക്ഷമിക്കുക. ഇതൊക്കെ ജീവിതത്തിൽ നമ്മുടെയും മറ്റുള്ളവരുടെയും ആരോഗ്യത്തിന് ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു അമ്മയും മകളും ഒരു മരണപ്പെട്ടു. ഒരു സ്കൂട്ടർ യാത്ര ഏതൊരു വിദ്യാർത്ഥികൾ ഓടിച്ചിരുന്ന ഒരു കാർ വന്നിടിച്ചു. ഒരു അമ്മയും മകളും മരിച്ചു. വിദ്യാർത്ഥിയായിരുന്ന അവർക്ക് വണ്ടി ഓടിച്ചപ്പോൾ ഏകാഗ്രതയോ ജാഗ്രതയോ ഉണ്ടായിരുന്നില്ല, ശ്രദ്ധയോ ഉണ്ടായിരുന്നില്ല. ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പിൽ ഓടിച്ചതായിരിക്കും. എങ്ങനെയാണെങ്കിലും അത് ഒരു ദുരന്തത്തിൽ അവസാനിച്ചെന്നാണ് പത്രത്തിൽ നമ്മൾ വായിച്ചത്. ഇന്ന് ഈഡിറ്റ് സ്റ്റെയിന്റെ വിശുദ്ധയെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയായിരുന്നു. നമുക്കെല്ലാവർക്കും വേണ്ട ഒന്നാണ് ആത്മീയമായിട്ടുള്ള ഉൾക്കാഴ്ച എന്നുള്ളത്. അതാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വിശുദ്ധ വചനങ്ങളുടെയും വെളിച്ചത്തില് സമകാലീന സാഹചര്യങ്ങളെയും നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളെയൊക്കെ മനസ്സിലാക്കി പ്രതികരിക്കാനും പ്രവർത്തിക്കാനും കഴിയുക എന്നുള്ളതാണത്. നമ്മൾ ഓരോ കർത്താവ് നമ്മൾ എന്ന കൽപ്പനകളെ പറ്റി നമ്മൾ വായിക്കുകയുണ്ടായി. ദൈവം 10 കൽപ്പനകൾ നൽകി. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അടയാളങ്ങളായിട്ടാണ് ഈ കൽപ്പനകൾ. എല്ലാറ്റിലും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കണം, സഹോദരങ്ങളെ സ്നേഹിക്കണം. ഇതൊക്കെയാണ് രത്ന ചുരുക്കം. കൊല്ലരുത് എന്നുള്ള പ്രമാണമുണ്ട്. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നുള്ള പ്രമാണമുണ്ട്. ജീവിതത്തിലും ഹൃദയത്തിലും ഒക്കെ ഏറ്റവും പ്രമുഖമായ സ്ഥാനം ദൈവത്തിനുള്ളതാണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഈ പ്രമാണങ്ങളും കൽപ്പനകളും യേശുവിന്റെ വചനങ്ങളും ഒക്കെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പ്രകാശത്തിന്റെ വഴിയിലൂടെ ആത്മീയമായിട്ടുള്ള നിറവിൽ ജീവിതം കൊണ്ടുപോകേണ്ടവരാണ് നമ്മൾ. യേശുവിന്റെ പ്രകാശം നമ്മളെ നയിക്കട്ടെ. ഇഡിസിനെ പോലെയുള്ള ദിവ്യരായിട്ടുള്ള മനുഷ്യർ പ്രചോദനം നൽകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.
നമുക്ക്